ഇതെന്താ? ഗോതമ്പ് പുട്ട്, പഴം. ഞാനേ ഗ്രീൻ പീസ് കറി വെക്കാൻ നോക്കി, പക്ഷേ ഗ്രീൻ പീസ് ഇല്ല, തീർന്ന്. നമുക്ക് വാങ്ങണം, ഇന്ന് വാങ്ങണം. ഇതെന്തിനിപ്പോ ഇതുണ്ടാക്കിയേ? ഇതുണ്ടാക്കി എന്താ കുഴപ്പം? അല്ല, രാവിലെ കഴിച്ചതല്ലേ? ഇത് എനിക്കല്ല, അവിടെ ഇരിക്കി. നിനക്ക് വേണ്ടി ഉണ്ടായി. അത് നിനക്കാ എന്ന് നീ ചോദിക്കണത്? ഞാനല്ലേ ഇതൊക്കെ ഉണ്ടാക്കാറ്. അവിടെ ഇരിക്കും തങ്കം. ഒരു വീട്ടിലെ ഭാര്യ ഭർത്താവിന് തുല്യ അവകാശമാണ്. ഇതൊക്കെ എനിക്ക് മാത്രമേ ഉണ്ടാക്കാവൂ എന്നൊന്നും ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല. എനിക്കും ഉണ്ടാക്കാം, നിനക്കും ഉണ്ടാക്കാം. നീ ഇവിടെ ഇരിക്കി, എന്നിട്ട് ഇതായി കട്ടൻ ചായ പിടിക്ക്. പിന്നെ നീ ഇപ്പോൾ പുറത്ത് പോയിട്ട് നീ കഴിച്ചിട്ട് തന്നെയല്ലേ പോയത്. പക്ഷേ പുറത്ത് പോയി കുടുംബശ്രീ പോയി മീറ്റിങ്ങിന് പോയി വർത്തമാനം പറഞ്ഞ് സ്ത്രീകളോട് വായിട്ടളിച്ച് അത് കഴിഞ്ഞ് വരണ വരവാണ്. പാർട്ടി ഓഫീസിൽ ഞാൻ അവിടെ പോയി അണികളോട് സംസാരിക്കുമ്പോൾ എനിക്കറിയാം എന്തോരം ക്ഷീണം ഉണ്ടാവുന്നു. മാത്രമല്ല ഇപ്പോഴത്തെ ഈ വേനലിൽ ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാലേ അടിക്കണ സൂര്യൻ്റെ പ്രകാശം അടിച്ച് നമ്മളപ്പോൾ വെന്ത് ഉരുകി നമ്മൾ കഴിച്ചതെല്ലാം ദഹിച്ച് അപ്പോഴന്നെ പോവുകയാണ്. ഈ വെയിലും ഈ സൂര്യൻ്റെ ചൂട് തന്നെയല്ലേ ഈ ശരീരത്തിലും അടിക്കണത്. ഗോതമ്പുട്ട് അരിപ്പുട്ടിന് ഞാൻ നോക്കി, പക്ഷേ ഗോതമ്പാണ് നിനക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഗോതമ്പുണ്ടാക്കി. ഇതെന്തിനാ ഞാൻ ക്ഷീണിക്കാതിരിക്കാനാ? നീ എടുത്ത് കഴിക്കുക. എന്താണ് എൻ്റെ ജോലി ഭാരം കുറയ്ക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇത് എല്ലാം അടച്ച് അവളൊക്കെ ഞാൻ തൂത്തിട്ടുണ്ട് കേട്ടോ, എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സഹായം നമ്മൾ ചെയ്യണ്ടേ? കഴിക്ക് കട്ടണ. നീ എന്ത് നോക്കണത്? നിന്റെ ക്ലീറ്റോ തന്നെ ഇതൊക്കെ ചെയ്തത്. നോട്ടം കണ്ടില്ലേ? കഴിക്ക്. ഇതിപ്പോ ഈ ഒരു ദിവസം ചെയ്തിട്ട് എന്താ കാര്യം? ഇന്ന് ഒരു ദിവസം ഒന്ന് ആര് പറഞ്ഞു? ഇനിയിപ്പം ഞാൻ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപാട് സഹായങ്ങൾ നിനക്ക് ചെയ്യും. അതായത് എൻ്റെ പാർട്ടിക്കാർ അവരുടെ മുമ്പിൽ എനിക്ക് പോയി പറയാമല്ലോ, അപ്പോൾ അവർ എന്നെ മാതൃകയാക്കുമല്ലോ. അപ്പോൾ ആ വീട്ടിലെ സ്ത്രീകൾക്കും ആശ്വാസം കിട്ടുമല്ലോ, ജോലി ഭാരത്തിൽ കുറച്ച് ആശ്വാസം കിട്ടും. മനസ്സിലായില്ലേ? അത് വേണം. കഴിക്കേ. ഞാൻ വിരകി തരണോ പഴമിട്ട്? വേണ്ട വേണ്ട. കട്ടൻ്റെ മധുരം നോക്കിക്കോ. പഴം ഓണം മധുവിൻ്റെ കടയിൽ നിന്ന് മേടിച്ചതാണ്, നല്ല നാടൻ പഴമാണ്. അതും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ബോളാക്കിയിട്ട് കഴിക്കുന്നില്ലേ? നീ കഴിക്കാതെ ഇരിക്കുമല്ലേ. ഇനി കുറ്റിക്കകത്ത് ഒരു കുറ്റിയും കൂടെ ഇരിപ്പുണ്ട് പുട്ട്, അത് നമുക്ക് എടുക്കാം. ഇത് കഴിക്കാതെ ചൂടോടെ അങ്ങനെ ഇരിക്കട്ടെ. കഴിച്ചിട്ടൊരു അഭിപ്രായം പറയണേ. നല്ലതല്ലേ? നല്ലതാ. പാല് പിരിഞ്ഞു പോയി. ഞാനിട്ട് ചായ പകുതി ആക്കിയതാണ്, അപ്പോഴേക്കും പിന്നെ കട്ടനാക്കി. ഒരു കണക്കിന് ഇപ്പോഴത്തെ പാലൊന്നും കഴിക്കാതിരിക്കാനല്ലേ, എല്ലാം വിഷമാണേ. ഇത് നല്ലതാണ്. കട്ടനും പുട്ടും ഗോതമ്പ് പുട്ടും കട്ടനും കേട്ടിട്ടില്ലേ? നല്ല കോമ്പിനേഷനാണ്.